ഹായ് വെൽക്കം ടു മൈ ചാനൽ. ഐ ആം ജയ്. എന്നോട് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഇൻട്രോ എങ്ങനെ ചെയ്യാം എന്നുള്ളത്. നമ്മുടെ വീഡിയോയുടെ ഒക്കെ മുൻപിൽ തന്നെ നമ്മുടെ പേരൊക്കെ എഴുതി വന്ന് നല്ലൊരു ഇൻട്രോ കൊടുക്കുന്നു എന്നുള്ളത് എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും ഒരു ആഗ്രഹം തന്നെയാണ്. ഇന്ന് ഞാൻ പരിചയപ്പെടുന്ന ആപ്ലിക്കേഷൻ ഒരു കിഡിലൻ ഇൻട്രോ മേക്കറാണ്. ഒരു യൂട്യൂബർക്ക് ഏറ്റവും അത്യാവശ്യമായ ആപ്ലിക്കേഷനിലൊന്നാണ് ഇൻട്രോ മേക്കർ. വീഡിയോ മുഴുവനായി കാണുക. എങ്ങനെ ഒരു ഇൻട്രോ മേക്ക് ചെയ്യാം എന്നുകൂടി വിശദീകരിച്ച് തരാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഇതുപോലെ നല്ല ആപ്ലിക്കേഷനെക്കുറിച്ചുള്ള വിവരങ്ങളും അതുപോലെ അതിൻ്റെ ട്യൂട്ടോറിയൽ ക്ലാസ്സുകളും നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻട്രോ മേക്കർ എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, ഓപ്പൺ ചെയ്യുവാണ്. നിങ്ങൾക്ക് കാണാം ധാരാളമായിട്ടുള്ള ടെംപ്ലേറ്റ്സ് ഇത് അവൈലബിൾ ആണ്. അതിൽ ഞാൻ ആദ്യത്തെ ടെംപ്ലേറ്റ് എടുക്കുകയാണ്. അതിൽ എനിക്ക് ആവശ്യമുള്ളൊരു പിക്സൽ ഞാൻ എടുത്തിരിക്കുകയാണ്. ഇങ്ങനൊരു ഇൻ്റർഫേസാണ് വരുന്നത്. നമുക്ക് ഇത് വളരെ ഈസി ആയിട്ട് ടൈറ്റിൽ ഹിയർ എന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്നിടത്ത് നമുക്ക് ടെക്സ്റ്റ് നമ്മുടെ എന്താണ് ടെക്സ്റ്റ് വേണ്ടതെന്നുള്ളത് ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഐ ആം ജയ് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. ഐ ആം ജയ് എന്ന് കൊടുത്തു. ഓക്കെ, മുകളിൽ കാണുന്ന റൈറ്റ് സൈഡിൽ മുകളിൽ കാണുന്ന ടിക്ക് മാർക്ക് എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്കിത് ഇങ്ങനൊരു ഇൻ്റർഫേസ് വന്നു. അതിൽ നമുക്ക് താഴെ കാണുന്ന ഈ ഫോണ്ടുകൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പല രീതിയിലുള്ള ഫോണ്ടുകളുണ്ട്. ഇതെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ സൈസ് നമുക്ക് വലുതാക്കാൻ പറ്റും. ഇനി നമുക്ക് വേണ്ടത് നല്ലൊരു ഡിസൈനാണ്. താഴെ തന്നെ അതിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ആനിമേഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് ഏത് രീതിയിൽ നമ്മുടെ ലെറ്റേഴ്സ് വരണം എന്നുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. പല രീതിയിലുള്ള ഞാനിത് ഈ ഒരു ആനിമേഷനാണ് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇനി വേണ്ടത് സൗണ്ടാണ് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡണ്ണ് കൊടുത്തു. ഇവിടെ ഫ്രീ തന്നെ കൊടുത്താൽ മതിയാവും, സ്റ്റേ ഫ്രീ കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്ക് മ്യൂസിക് എന്ന് പറഞ്ഞ ഓപ്ഷൻ താഴെ കിടക്കുന്നുണ്ട്. അതിൽ ഞാൻ ഇൻട്രോ എന്ന് പറഞ്ഞ ഇതിൽ തന്നെ ഞാൻ ആദ്യം കിടക്കുന്നത് തന്നെ എടുത്തു. അത് ഡൗൺലോഡായി വരുന്നുണ്ട്. അത് 100% ഡൗൺലോഡായി കഴിയുമ്പോൾ നമുക്കത് ആഡ് ചെയ്യാൻ പറ്റും. അതിനകത്തേക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിത് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നമുക്ക് പ്ലേ ബട്ടൺ ഉണ്ട്. അവിടെ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അത് പ്ലേ ആയിരിക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് ഇത് നമുക്ക് ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആയിക്കോളും. അതിനുശേഷം നമുക്ക് സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പല രീതിയിലുള്ള സ്റ്റിക്കേഴ്സ് ഇതിൽ തന്നെ അവൈലബിൾ ആണ്. ഞാൻ ഇവിടെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ ഒരു സ്റ്റിക്കറാണ് എടുക്കുന്നത്. അത് നിലവിൽ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് സ്റ്റിക്കേഴ്സ് എവിടെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. തംബ്നെയിലോ അല്ലെന്നുണ്ടെങ്കിൽ ലൈക്കോ ബെല്ലൈക്കണോ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഒരുപാട് സ്റ്റിക്കേഴ്സ് അവൈലബിൾ ആണ്. ഇതിൽ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് തന്നെ അവൈലബിൾ ആണ്. ഇത് ഞാൻ ഇങ്ങനെ ഒരു സബ്സ്ക്രൈബ് ബട്ടണാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ സൈസ് നമുക്കിങ്ങനെ വലുതാക്കോ ചെറുതാക്കോ ചെയ്യാം. അതിന് ഇഷ്ടമുള്ള സൈഡിലേക്ക് നമുക്കത് മാറ്റി വയ്ക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടെയാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സ്ലൈഡ് ബാറിൽ നമുക്ക് എത്ര സമയം വേണമെന്നുള്ളത് നമുക്ക് കൂട്ടാൻ പറ്റും. ഡണ്ണ് കൊടുത്താൽ മതിയോ. ഡണ്ണ് കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ വലിച്ചിട്ട് കഴിഞ്ഞാൽ എത്ര സമയം വേണം എന്നുള്ളത് ഇത് വലിച്ചിട്ട് തോറും അത്രയും സമയം അതിനകത്ത് ആ സ്ക്രീനിൽ നിൽക്കും. കുറയും തോറും കുറച്ച് സമയമാണ് അവർ നിൽക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്കിനി അടുത്തൊരു സ്റ്റിക്കർ ഒരു ലൈക്ക് ബട്ടൺ കൊടുക്കാം. ലൈക്ക് ബട്ടൺ നമുക്കിതുപോലെ തന്നെ ആഡ് ചെയ്യാൻ പറ്റും. ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടുന്നൊരു
അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ നല്ലൊരു ഇൻട്രോ വീഡിയോ ഉണ്ടാക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷനെ പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാം, ഞാനതിൻ്റെ വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. നമുക്കിത് പ്ലേ ചെയ്ത് നോക്കാം. ഇത് നമുക്ക് മുകളിലത്തെ ടിക്ക് മാർക്ക് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എക്സ്പോർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗ്യാലറിയിലേക്ക് ഈ വീഡിയോ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് 100% ആകുമ്പോൾ നമുക്കത് ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റും.